വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരു സക്സസ് സ്റ്റോറിയാണ് കേട്ടോ. ഭർത്താവിൻ്റെ സഹായത്തോടു കൂടി വീട്ടിലിരുന്ന എണ്ണ ഉപയോഗിച്ച് നമ്മുടെ പൊക്കിളിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ കൺസീവ് ആകാൻ സാധിച്ച ഒരു കുട്ടിയുടെ സക്സസ് സ്റ്റോറി. അപ്പോൾ ആ കുട്ടി എന്തൊക്കെ ടിപ്സ് ആണ് ഫോളോ ചെയ്തതെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റിയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നാച്ചുറലി നമുക്ക് ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓരോ ടിപ്സിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടച്ച് വുഡ് ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. 10 വർഷം, 12 വർഷം, 5 വർഷം, 2 വർഷം ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് കൺസീവ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നിങ്ങൾ നോക്കുക. നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവരായിരിക്കും ചിലപ്പോൾ അവരിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള പലരും. നമ്മുടെ ലൈഫ് സ്റ്റൈലിലോ നമ്മൾ ചെയ്യുന്ന എക്സസൈസിലോ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് ആ ഒരു മാറ്റം തന്നെ ധാരാളമായിരിക്കും കേട്ടോ. നമ്മൾ ഹോം റെമഡീസ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ടിപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ളൊരു സൈഡ് എഫക്റ്റും നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഇല്ല എന്ന് തുടക്കത്തിൽ തന്നെ പറയാം. പക്ഷേ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് ചിലവരുടെ ശരീരത്തിൽ ചൂട് ഭയങ്കര കൂടുതലായിരിക്കും, ചിലവരുടെ കണ്ടീഷൻ വേറെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ബ്ലീഡിങ്ങിൽ വ്യത്യാസം വരികയോ അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ആ ടിപ്പ് സ്റ്റോപ്പ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനലിൽ ജോയിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇനേബിൾ ആക്കി ഇട്ടിട്ടുണ്ട്. ദിജോസ് വേൾഡ് എന്ന് പറഞ്ഞ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചാനൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ജോയിൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒട്ടും തന്നെ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ വോയിസ് ചാറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റാച്ച്മെന്റ്സ് ഒക്കെ സെൻഡ് ചെയ്ത് അയക്കണം, അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ജോയിൻ ബട്ടൺ ഇനേബിൾ ആക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലഗ്രാം ഗ്രൂപ്പാണ്. നിങ്ങൾ അതിൽ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് 89 രൂപയോടോ 159 രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടെലിഗ്രാമിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൽ ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലിഗ്രാം അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോകാനായിട്ട് സാധിക്കും. യാതൊരു തരത്തിലുള്ള നമ്പേഴ്സോ ഫോൺ കോൺടാക്ട്സോ ഒന്നും നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ തീർത്തും സെക്യൂർ ആയിട്ടുള്ളതാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ടെലിഗ്രാം അക്കൗണ്ടിലോട്ട് ജോയിൻ ആകാവുന്നതാണ്. ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യുക, അതോടൊപ്പം തന്നെ പേയ്മെന്റ് നടത്തുക. ശേഷം 89 159 രൂപയ്ക്കാണ് കേട്ടോ മെമ്പർഷിപ്പ് ഉള്ളത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞിട്ട് എഗെയിൻ നിങ്ങൾ ഒന്നുകൂടി ചാനലിൽ കയറി നോക്കുക. അതിൽ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ താഴേക്ക് മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള പോസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ടെലിഗ്രാമിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പ്രസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അമ്മയും കുഞ്ഞുമായിട്ടുള്ള ഏറ്റവും വലിയൊരു ബോണ്ട് തുടങ്ങുന്നത് പൊക്കിളിൽ നിന്നാണ്. ആ പൊക്കിൾ കൊടി ബന്ധം. ഈ പൊക്കിള് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു പോയിന്റാണ്. ഒരുപാട് നെർവ്സ് കടന്നു പോകുന്ന ഒരു സിസ്റ്റമാണ്, ഒരു ശരീര അവയവമാണ് നമ്മുടെ പൊക്കിൾ എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്തെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഒരു പരിധി വരെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. പൊക്കിളിനെ ഒരു എനർജി പവർ ഹൗസ് ആയിട്ടാണ് പല ഡോക്ടേഴ്സും അതുപോലെ ആയുർവേദത്തിലും കണക്കാക്കുന്നത്. ഈ പവർ ഹൗസിൽ നമ്മൾ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഫെർട്ടിലിറ്റി ഒരുപാട് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് വേണ്ടത് ആവണക്കെണ്ണയും ഒരു ഫില്ലറുമാണ്. ഇനി ഫില്ലർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ സൂക്ഷിച്ച് ചെയ്താൽ മതിയാകും. ഇവിടെ ആവണക്കെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഓയിലാണ്. കാസ്റ്റർ ഓയിൽ വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി നമ്മുടെ അടിവയറിന്റെ ഭാഗം, നമ്മുടെ വയറിന് ചുറ്റുമുള്ള പോർഷനൊക്കെ മസാജ് ചെയ്തിട്ട് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ പറ്റിയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അത്. അത് ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയ ഒരുപാട് പേരുണ്ട് കേട്ടോ. കാസ്റ്റർ ഓയിൽ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാനും അത് നമ്മളുടെ ശരീരത്തിലോട്ട് ഒരുപാട് ഇങ്ങനെ ആഗിരണം ചെയ്ത് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത് എടുക്കുമ്പോഴേക്കും ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാനും ബ്ലഡ് സർക്കുലേഷൻ എൻഹാൻസ് ചെയ്യാനും അത് സഹായിക്കുന്നുണ്ട്. നോർമലി നമ്മൾ മറ്റുള്ള ഒരു മെഡിക്കൽ ഫീൽഡിലൊക്കെ ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിലും ആയുർവേദത്തിൽ കൂടുതലായിട്ട് ഈ കാസ്റ്റർ ഓയിൽ ഉപയോഗിച്ചിട്ട് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ചെയ്യുന്ന പ്രവർത്തനം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കടയിൽ നിന്ന് പ്യുവർ ആയിട്ടുള്ള ഒരു ആവണക്കെണ്ണ നിങ്ങൾ മേടിക്കുക. ഇത് നിങ്ങൾക്ക് എന്താ പറയുക, ഒരു 100 രൂപയിൽ താഴേക്ക് ഒരു ചെറിയ കുപ്പി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ലോക്കലായിട്ടുള്ള ബ്രാൻഡ് മേടിക്കാതെ കുറച്ച് നല്ലതായിട്ടുള്ള ആവണക്കെണ്ണ നിങ്ങൾ ആയുർവേദ ഷോപ്സിൽ നിന്ന് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ആവണക്കെണ്ണ എന്ന് പറയുന്നത് കുറച്ച് തിക്കായിട്ടുള്ള ഒന്നാണ്. ഒരുപാട് തിക്നെസ് നിങ്ങൾക്ക് കാണുന്നത് എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുപാട് കട്ടിയായത് ഇരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു സ്പൂണിൽ ഒഴിച്ചതിന് ശേഷം ഗ്യാസ് സ്റ്റൗവിൽ കാണിച്ച് പയ്യെ ഒന്നത്
ലയിപ്പിച്ച് എന്താ പറയുക ആ കട്ടി ഒന്ന് കുറച്ചെടുക്കുക. അതിനുശേഷം ഒരു നേരത്തെ ചൂട്, അതായത് അനത്ത ചൂട്, ഒട്ടും ചൂട് പാടില്ല കേട്ടോ, ആ ഒരു ചൂടിൽ നിങ്ങൾ ഒരു ഫില്ലർ ഉപയോഗിച്ചിട്ട് പൊക്കിളിലോട്ട് ഒരു 2-3 തുള്ളി ഇടുക. ഇത് സ്ത്രീകൾക്കും പുരുഷനും ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണ്. ഇത് ചെയ്യുമ്പോഴേക്കും ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പൊക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന് അടുത്ത് നിൽക്കുന്ന ഒരു ശരീരം അവയവമായതുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ടുള്ള യൂട്രസ്, സെർവിക്സ്, ഫലോപ്പിയൻ ട്യൂബിലോട്ടൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നിങ്ങളിപ്പോൾ പീരിയഡ്സ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇത് ചെയ്യുമ്പോഴേക്കും ഓവുലേഷൻ നടക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പീരിയഡ്സിന്റെ 3rd ഡേ മുതലാണ്. ഈ സമയത്ത് നമ്മളുടെ ഓവറീസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ക്വാളിറ്റിയോടുകൂടി അണ്ടം അവിടെ പ്രൊഡ്യൂസ് ആവുകയുള്ളൂ. നമ്മൾ മെഡിസിൻസ് ഒക്കെ എടുത്തിട്ട് അണ്ടം വളരാനായിട്ട് നാച്ചുറലി ശ്രമിക്കുന്ന ആളുകൾക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന മെഡിസിന്റെ എഫക്റ്റ് ആണെങ്കിലും നിങ്ങൾ ഗ്രാമ്പു വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റും ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിന്റെ ബെനിഫിറ്റ് ഈ ഓവറീസിലോട്ടൊക്കെ പ്രോപ്പറായിട്ട് എത്തുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. പുരുഷന്മാർക്കും ഇത് ഡയറക്റ്റ് അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ പുരുഷന് എന്തെങ്കിലും സെമൻ ആയിട്ട് ക്വാളിറ്റി കുറവോ അല്ലെങ്കിൽ മോട്ടിലിറ്റി കുറവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സെമൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുരുഷന്മാർക്കും ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി യാതൊരു തരത്തിലുള്ള പ്രശ്നവും അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ സ്ത്രീകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ കിടക്കുന്നതിന് മുൻപായിട്ട് പുരുഷനും ഇത് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ സെമന്റെ പെർഫോമൻസ് ഒന്നും കൂടി ഡബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മെത്തേഡ് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് ചൂട് നമ്മൾ ആക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് എടുത്തിട്ട് നമ്മൾ മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലവര് പൊക്കിളിപ്പോ എന്താ പറയാ, നമ്മുടെ ശരീരത്തില് ചില ആളുകൾക്ക് പൊക്കിള് നല്ലതുപോലെ കുഴിഞ്ഞിട്ടായിരിക്കും, ചില ആളുകൾക്ക് അങ്ങനെ കുഴിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചിലർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ പൊക്കിളൊന്നും വിരലിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മസാജ് ചെയ്യുന്നതിന് അനുസരിച്ച് നമുക്ക് പൊക്കിളിലെ വേദനയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അതിൻ്റെ ഒരു ഹോളാക്കി എടുത്തതിന് ശേഷം അത് ഉള്ളിലോട്ടിടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഭയങ്കരമായിട്ട് സ്കിന്നിനോട് ഒട്ടിയാണ് നിങ്ങളുടെ പൊക്കിൾ നിൽക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കാനായിട്ട് വലുതാക്കാനായിട്ട് നോക്കുക. ദെൻ ആ ഓയിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതിട്ടതിന് ശേഷം നിങ്ങൾ പിന്നീട് അങ്ങോട്ടേക്ക് മസാജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കാസ്റ്റർ ഓയിൽ പാക്ക് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യുന്നത് നേരത്തെ എടുത്തിട്ടുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാസ്റ്റർ ഓയിൽ ശരീരത്തിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ഹോട്ട് ബാഗ് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ എണ്ണ ശരീരത്തിലോട്ട് നല്ലതുപോലെ അബ്സോർബ് ആവുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ ഒരുപാട് ഇൻക്രീസ് ആവുന്നതിനുമാണ് ഈ ഹോട്ട് ബാഗ് വെച്ചിട്ട് മസാജ് ചെയ്യുന്നത് സഹായിക്കുന്നത്. പക്ഷേ പൊക്കിളിൽ നമ്മൾ കാസ്റ്റർ ഓയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹോട്ട് ബാഗ് വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഹോട്ടായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടോ നിങ്ങൾ ചൂട് പിടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നോർമലി അത് ശരീരം അങ്ങോട്ട് അബ്സോർബ് ചെയ്തെടുത്തോളും. നമ്മൾ വയറിന് ചുറ്റും ചെയ്യുന്നത് കൊണ്ടാണ് ആ സമയത്ത് അബ്സോർബ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ. ആയുർവേദം അനുസരിച്ചിട്ട് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗോൺസിനെ ഡിറ്റോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതിലുള്ള മറ്റുള്ള വസ്തുക്കൾ എന്തെങ്കിലും ശരീരത്തിലുണ്ടെങ്കിൽ, ടോക്സിൻസ് എന്തെങ്കിലും ശരീരത്തിലുണ്ടെങ്കിൽ അതിനെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഡിറ്റോക്സിഫിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. രണ്ടാമതായിട്ട് ബെനിഫിറ്റ് കൊടുക്കുന്നത് ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഓരോ വീഡിയോസിലും പറയുന്നുണ്ട് ബ്ലഡ് സർക്കുലേഷൻ എന്ന്. അത് എത്രത്തോളം എഫക്റ്റീവ് ആണോ അത്രത്തോളം എഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ മാത്രമേ അണ്ടം വളരുകയുള്ളൂ, അണ്ടം പൊട്ടുകയുള്ളൂ, എൻഡോമെട്രിയൽ ലൈനിങ് വളരുകയുള്ളൂ, കുഞ്ഞു വളരുകയുള്ളൂ, ഹാർട്ട് ബീറ്റ് കിട്ടുകയുള്ളൂ, വളർച്ച ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ നമ്മൾ മെഡിസിൻസ് എടുക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ ഗ്രാമ്പൂ വാട്ടർ കുടിക്കുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, പീരിയഡ്സിന്റെ സമയത്ത് ചെയ്യണോ, ഓവുലേഷൻ സമയത്ത് ചെയ്യണോ, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ചെയ്യണോ എന്നുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു പീരിയഡ്സിന്റെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ള ഡിസ്കംഫർട്ട് ഒന്നും ഇല്ലെങ്കിൽ പീരിയഡ്സിന്റെ ബ്ലീഡിങ് ഓൾമോസ്റ്റ് നിൽക്കുന്ന സമയം മുതൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഏകദേശം ഒരു ഓവുലേഷൻ ടൈം വരെയൊക്കെ നിങ്ങൾ ചെയ്താൽ മതിയാകും. അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ 8 വാക്കിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരുപാട് പേർക്കുണ്ടാകുന്ന സംശയമാണ് ഒരുപാട് തവണ ഇത് ചെയ്യണോ എന്നുള്ളത്. നമ്മൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഇത് ചെയ്താൽ മതിയാകും. നമ്മുടെ സ്ട്രെസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവുന്നതിന് വേണ്ടിയിട്ട്, ഗുഡ് സ്ലീപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്, ഈ ഫെർട്ടിലിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇത്രയും ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു വർക്ക് പ്രഷറും സ്ട്രെസ്സും ഒക്കെ കൊണ്ടാണ് പല ആളുകൾക്കും യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഇല്ലാഞ്ഞിട്ടും കൂടി അവരുടെ പ്രഗ്നൻസി നീണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ മെത്തേഡ് കണ്ണുപൂട്ടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ.
ആയുർവേദ ഷോപ്സിൽ നിന്ന് കാസ്റ്റർ ഓയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോൺ പോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്നോ നിങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. പ്യുവർ ആയിട്ടുള്ള കാസ്റ്റർ ഓയിൽ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.